എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചക്ക കൊണ്ട് വട്ടയപ്പം തയ്യാറാക്കിയാലോ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്ക വട്ടയപ്പമാണ്. ചക്ക കൊണ്ടുള്ള വട്ടയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വട്ടയപ്പം തയ്യാറാക്കുന്നതിനായി 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 5 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ് ഇത്. ഈ ബൗളിലേക്ക് 1/2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ വട്ടയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി 3 ഏലക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചക്ക മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുള്ള ചക്കയാണ് ഇത്. 1/2 കപ്പ് ചക്കയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ചക്കയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഈസ്റ്റാണ്. ഇത്രയും സാധനങ്ങളെല്ലാം നന്നായി അരച്ചെടുക്കുന്നതിന് 1 കപ്പ് വെള്ളമാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. അരച്ചെടുത്തിട്ടുള്ള മാവ് പുളിക്കുന്നതിന് വേണ്ടി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് മാവ് നന്നായി പുളിച്ചു പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. വട്ടയപ്പം തയ്യാറാക്കുന്നതിനായി ഒരു ഇഡലിപ്പാത്രം അടുപ്പത്ത് വെച്ച് വട്ടയപ്പം വെന്ത് വരുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാനായി മാറ്റിവെക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിലേക്ക് അല്പം നെയ്യ് തടവിയതിന് ശേഷം ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇഡലിപ്പാത്രം അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം. ചക്ക വട്ടയപ്പം തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.